പരിശുദ്ധമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ഈശോയെ, ഈ പ്രാർത്ഥന ഒന്ന് കേട്ടിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാരാണ് കൊതിച്ചിരിക്കണേ ഈശോയെ. അവരുടെ മനസ്സിലെ സങ്കടങ്ങളെ ഭാരങ്ങളെ ഞാനിപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷനെ കൂടെ ചേർത്ത് വെക്കുന്നു. കർത്താവെ, ആരെല്ലാം ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം കൂടുന്നുണ്ടോ അവിടെയെല്ലാം ശിരസിൽ നീ ഇപ്പൊ കൈവെക്കണം. നിന്റെ തിരുമുറുവാർന്ന വലതുകരം വെക്കണം. ഈശോയെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴയുന്നവരുണ്ട്. അവർ ഇന്ന് 12 മണിക്ക് ഉച്ചക്ക് 12 മണിക്കുള്ളിൽ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ അവർക്ക് വ്യക്തവും ബോധ്യവുമാകുന്ന തീരുമാനം കിട്ടാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശിരസിനെ ഞാൻ ആശീർവദിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴും ആശീർവദിക്കപ്പെടുന്നു. എന്റെ സങ്കടങ്ങളെ കർത്തേറ്റെടുക്കുകയും നിന്നെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഈ ശുശ്രൂഷ പൊതുവെ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ഉപകാരപ്രദമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണത്. അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ടിപ്സുകൾ, സാങ്കല്പികമായിട്ടുള്ള സ്പെക്കുലേറ്റീവ് ടിപ്സ് അല്ല, മറിച്ച് ഓരോരോ സിറ്റുവേഷനിലെ ലൈഫ് സിറ്റുവേഷനിലെ സുവിശേഷ വിഹിതമായിട്ട് നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ, കൃപ നിലനിർത്തി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ. ഉദാഹരണത്തിന് സുവിശേഷ ഭാഗ്യങ്ങളിലെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുവിശേഷ ഭാഗ്യങ്ങളിലെ ആദ്യത്തെ ഭാഗ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് സിമ്പിളായിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ശാരീരികമായ ഫിസിക്കൽ റിച്ച്നെസ് ഉണ്ട്, സ്പിരിച്വൽ റിച്ച്നെസ് ഉണ്ട്. ഈ ഫിസിക്കൽ റിച്ച്നെസ്, ശാരീരികമായ ഭൗതികമായ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയമായ സ്വത്തും ആത്മീയമായ പോവർട്ടിയും മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഭൗതികമായ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, വ്യായാമം ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക മേഖല, അങ്ങനെ വരുന്ന തൊഴിലും വരുമാന മാർഗങ്ങളും എല്ലാം അങ്ങനെ വരും. ഇതാണ് ശരീരത്തിന്റെ ഭൗതികമായ ഒരു സ്വത്തെന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ ഭൗതിക ദാരിദ്ര്യമായി. ഇതുപോലെ ആത്മാവിന്റെ സ്വത്തുണ്ട്, അതില്ലെങ്കിൽ ആധ്യാത്മിക ദാരിദ്ര്യം ഉണ്ടാവും. ആത്മീയ ദാരിദ്ര്യം. ആത്മാവിന്റെ സ്വത്ത് എന്താ? ആത്മാവിന്റെ സ്വത്ത് ദൈവം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ ആത്മാവിന്റെ സ്വത്ത് കൃപയാണ്. സുവിശേഷ ഭാഷ പറഞ്ഞാൽ കൃപ ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗലാത്യർ 5:6-19 അനുസരിച്ച് പറഞ്ഞാൽ ആത്മാവിന്റെ കൂടെ ഉണ്ടാകട്ടെ. കൃപയെ ആർജിക്കുന്ന അനുസരിച്ചുകൊണ്ട് ആത്മാവിന്റെ സംവേദനക്ഷമതയും അറിയാനുള്ള കൃപയും അറിയാനുള്ള സാധ്യതയും കൂടുതൽ ഉയരും. അതാണ് ഈശോ പറഞ്ഞത്, നിത്യജീവൻ വരെ അങ്ങോട്ട് വരും. അതായത് ഏകസത്യമായ നിന്നെയും നീ യേശു ക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ. ഇപ്പൊ യേശുവിനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബേസിക് നോളജ് ഉണ്ട്, ഹൈസ്കൂൾ നോളജ് ഉണ്ട്, ഒരു ഡിഗ്രി നോളജ് ഉണ്ട്, ഗ്രാജുവേഷൻ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡിലാണ് നമ്മൾ യേശുവിനെ അറിയണത്. ഈ അറിവെല്ലാം അറിയണത് ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അറിവ് വരണത്. ജീവിതത്തിൽ വ്യത്യസ്തമായ സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു നിലപാടെടുക്കും. അതുകൊണ്ട് ഈശോ അതിനെല്ലാം കൂടി പറഞ്ഞെന്തറിയാവാ, എന്നെ പ്രതി. അതാണ് സംഭവം. ഇപ്പം ഇവിടെ കിട്ടിയ ഞാൻ പറഞ്ഞെല്ലാം കൊണ്ടൊന്നും അവസാനിക്കേണ്ടത്, എന്നെ പ്രതി. നിങ്ങൾക്ക് എന്ത് സുവിശേഷ ഭാഗ്യവും സുവിശേഷ കൃപയും ആർജിക്കാം. അതെല്ലാം സുവിശേഷ ഭാഗ്യമാകണത് എങ്ങനെയാണ്? ആ മത്തായിയുടെ സുവിശേഷം 5:3 കൺക്ലൂഷനിലേക്ക് പറയുന്നതാണ് എൻ്റെ കീ എന്ന് പറയുന്നത്. എന്താണത് വായിച്ചേ? മത്തായി
മത്തായി 5:11. അതിന് നമ്മൾ എടുക്കണം എല്ലാ ദിവസവും ഈ 5:11 ആവർത്തിക്കും. എന്നെ പ്രതി ഈശോനെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ നിങ്ങൾ ആഹ്ലാദ ഉല്ലസിച്ച് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും, ഇല്ലേ? അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താ? 5:3 എടുത്തേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിന്റെ സ്വത്ത് എന്താണ്? ഈശോയാണ്. അതാണ് മിഷയുടെ ആത്മാവിന്റെ സ്വത്ത്. ഒരാൾക്ക് ഈശോ വിഹിതമായിട്ട് അവനെടുക്കുന്ന സമീപനങ്ങൾ, നിലപാടുകൾ, അതിന്റെ ടോട്ടാലിറ്റി വരുന്ന സാക്ഷ്യ ജീവിതം, അതാണ് ആത്മാവിന്റെ സ്വത്ത് നമുക്ക് നൽകുന്ന സമൃദ്ധിയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത്. ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ ഈശോയുടെ അറിവിലും സാക്ഷ്യത്തിലും അഭിവൃദ്ധിപ്പെടുകയാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈശോ എന്നെ പ്രതി എന്ന് പറയുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എന്റെ ആത്മീയ ദാരിദ്ര്യത്തിന് മാറ്റുന്നതിന് എന്നെ സഹായിക്കുന്നത് ഈശോയെക്കുറിച്ചുള്ള അറിവും അനുഭവവും സാക്ഷ്യ ജീവിതവും അതനുസരിച്ചുകൊണ്ട് എന്നെ നീ ഉയർത്തണമേ, വളർത്തണമേ. നിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു സാക്ഷ്യ ജീവിതത്തിനായി എന്നെ സഹായിക്കുന്ന നിത്യതയിലേക്ക് കണ്ണു നട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടവരട്ടെ.